കൊലോസ്യർ 3:9-10 വാക്യങ്ങൾ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ ശീലങ്ങളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ സ്വരൂപപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഈ വാക്യത്തിൻ്റെ അർത്ഥം നാം കള്ളം പറയുന്നത് നിർത്തി നമ്മുടെ പഴയ പാപജീവിതം ഉപേക്ഷിച്ച് ഒരു പുതിയ വ്യക്തിത്വം സ്വീകരിക്കണം എന്നതാണ്. നമ്മുടെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കുകയും സത്യം, നീതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. പഴയതും ദുഷിച്ചതുമായ ശീലങ്ങളിൽ നിന്ന് കാമം, കോപം, അത്യാഗ്രഹം പോലുള്ളവ മാറ്റി ക്രിസ്തുവിനെ പോലെയുള്ള സ്വഭാവത്തിലേക്ക് മാറാനും തുടർച്ചയായ ആത്മീയ നവീകരണത്തിലൂടെ കർത്താവിനെ പോലെ ആകാനുമുള്ള ഒരു ആഹ്വാനമാണിത്. പാപകരമായ പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ, ലൈംഗിക അധാർമികത, അത്യാഗ്രഹം, ദ്രോഹം, നുണകൾ എന്നിവ പോലെ ദൈവത്തിൽ നിന്ന് വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ട മുൻ ജീവിത രീതി നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിത്വം സ്വീകരിക്കുന്നതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു. ദൈവത്തെ പോലെ ആകാൻ പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ വാക്യം മനസ്സിൽ സൂക്ഷിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.